ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ടോപ്പിക് വേസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, എനിക്ക് ക്യാമറ ഓണാക്കി ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന കാര്യങ്ങൾ സംസാരിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഷൂട്ട് ചെയ്ത് വെച്ച് വീഡിയോ അപ്ലോഡ് ചെയ്ത് വോയിസ് ഓവറായിട്ട് കൊടുക്കാമെന്ന് ഓർത്തു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. മാത്രമല്ല, ഈ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെ നെറേറ്റ് ചെയ്യുമ്പം അതൊരു ബോറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ വിഷ്വൽസ് ഇങ്ങനെ കൊടുത്തിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അതിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്കെല്ലാം തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിലാണ്. എല്ലാവരെ പോലെ തന്നെ സാധാരണ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. കാരണം ലോക്ക്ഡൗൺ ആണ്, നമുക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ട് അല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ ഈ ചാനലിനെ പറ്റി പറയുന്നുമുണ്ട്. അതായത് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനൽ വഴി നമ്മളുടെ റിയൽ ലൈഫ് ഇൻസിഡൻസും അതുപോലെ തന്നെ നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങളും നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും കാണും ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ്, നല്ലതും ചീത്തയൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാകും. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവും. അപ്പം ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു 10 പേരല്ലെങ്കിൽ ഒരു 5 പേര് കണ്ടാലും അതെനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളും നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് വഴി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം വരും വീഡിയോയിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, ലൈഫാണ്, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരുപാട് ബിസി ആയിപ്പോയി. അപ്പം അതിന് പറ്റിയൊരു ടൈമായിട്ട് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. ഇപ്പോഴും എൻ്റെ ആഗ്രഹമാണ് വീഡിയോ ഇടണം എന്നുള്ളത്. അത് എത്രത്തോളം പ്രാക്ടിക്കബിൾ ആകുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കും. അപ്പം നിങ്ങൾ വീഡിയോസ് എല്ലാം കാണണം. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്നെ അറിയിക്കണം. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങൾ വഴി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ അതെനിക്ക് ഒരുപാട് സന്തോഷം തന്നെ ആയിരിക്കും. പിന്നെ കുഞ്ഞു കുഞ്ഞു വ്ളോഗുകളും ഒക്കെ ഉണ്ടാവും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.